പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തം മണ്ണിൽ പാലൂട്ടി വളർത്തിയ വിഷപ്പാമ്പുകൾ ഇന്ന് പാകിസ്ഥാന്റെ നെഞ്ചിലേക്ക് തന്നെ കൊത്തി തുടങ്ങിയിരിക്കുകയാണ്. അഫ്ഗാൻ അതിർത്തിയിൽ തോക്കുകൾ സംസാരിക്കുന്നു. ബലൂചിസ്ഥാൻ നിന്ന് കത്തുന്നു. സിന്ധ് കലാപത്തിലാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടുകയാണ്. അതായത് ഭാരതം കാത്തിരുന്ന ആ കാവ്യനീതി നടപ്പിലാക്കാൻ പോകുന്നു. നമുക്ക് നോക്കാം. സംഭവം തുടങ്ങുന്നത് 2640 കിലോമീറ്റർ നീളമുള്ള ഡ്യൂറൻസ് ലൈനിൽ നിന്നാണ്. ബ്രിട്ടീഷുകാർ പണ്ട് വരച്ചു പോയ ആ അതിർത്തിയിലെ പഷ്തൂൺ വംശജരെ രണ്ടായി വിഭജിച്ചു. പക്ഷേ ഇന്ന് അഫ്ഗാൻ താലിബാൻ ആ അതിർത്തിയെ പുല്ലുപോലെ വലിച്ചെറിയുന്നു. പാകിസ്ഥാൻ മുള്ളുവേലി കെട്ടുമ്പോൾ താലിബാൻ അത് പീരങ്കി കൊണ്ട് തകർക്കുകയാണ്. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ താലിബാൻ തിരിച്ചു ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്: നിങ്ങളുടെ 55 സൈനികരുടെ മൃതദേഹങ്ങൾ ഇതാ ഇവിടെ കിടക്കുന്നു. ഇത് മതിയോ അതോ ഇനിയും വേണോ? അമേരിക്കയെ മുട്ടുകുത്തിച്ച താലിബാന് മുന്നിൽ ജനറൽ അസീം മുനീറിന്റെ സൈന്യം ഇന്ന് വെറും കാഴ്ചക്കാരാണ്. ഇവിടെയാണ് പാകിസ്ഥാൻ എന്ന പരാജയപ്പെട്ട രാഷ്ട്രം മൂന്നായി പിളരുന്നത് നമ്മൾ കാണുന്നത്. പാകിസ്ഥാന്റെ 40% ഭൂമി അവിടെ ബലൂച്ച് ലിബറേഷൻ ആർമി താലിബാനുമായി ചേർന്ന് പാക് സൈന്യത്തെ വേട്ടയാടുകയാണ്. ചൈനയുടെ കോടിക്കണക്കിന് ഡോളറിന്റെ CPEC പദ്ധതി ഇന്ന് ശ്മശാന തുല്യമാണ്. സിന്ധുദേശ് ലിബറേഷൻ ആർമി സജീവമായി കഴിഞ്ഞു. കറാച്ചിയിൽ പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. താലിബാന്റെ കരുത്തിൽ പഷ്തൂണുകൾ സ്വതന്ത്ര അഫ്ഗാനിസ്ഥാനിലേക്ക് ചേക്കേറാനായി തയ്യാറെടുക്കുന്നു. അതായത് കുറച്ചു കാലം കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന പേരിൽ അവശേഷിക്കുക പഞ്ചാബ് പ്രവിശ്യ മാത്രമായിരിക്കും. ജനറൽ അസീം മുനീർ സ്വയം സർവാധിപതി എന്ന് വിശേഷിപ്പിക്കുന്നയാൾ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറുന്നു. സ്വന്തം അതിർത്തിയിൽ ഒരു ഗറില്ല സൈന്യത്തോട് തോറ്റുകൊണ്ടിരിക്കുന്ന പാക് സൈന്യത്തിന്റെ മനോവീര്യം തകർന്നു. ഇവിടെയാണ് ഭാരതത്തിന്റെ പ്രസക്തി. പാകിസ്ഥാൻ ലോകത്തിന് ഭീകരവാദം നൽകിയപ്പോൾ ഭാരതം അഫ്ഗാനിസ്ഥാന് നൽകിയത് റോഡും ഡാമും പാർലമെന്റുമാണ്. അതുകൊണ്ട് തന്നെ താലിബാൻ ഭരണകൂടത്തിന് ഭാരതത്തോട് ബഹുമാനമുണ്ട്. ഇത് പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു. പാക് സൈന്യം പടിഞ്ഞാറൻ അതിർത്തിയിൽ കുടുങ്ങുമ്പോൾ കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ ഭാരതത്തിന് ഇന്ന് പൂർണ്ണ ആധിപത്യമുണ്ട്. ഒരേ സമയം രണ്ടതിർത്തികളിൽ യുദ്ധം ചെയ്യാനുള്ള ശേഷി പാകിസ്ഥാനില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചോദിക്കുന്നു, ഇതിനെല്ലാം പിന്നിൽ നരേന്ദ്രമോദിയുടെ തന്ത്രമാണോ എന്ന്. ചിലർ ആരോപിക്കുന്നു ഭാരതമാണ് ഇതിന് പിന്നിലെന്ന്. എന്നാൽ നമ്മൾ പറയുന്നു, മറ്റൊരാൾക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ വീഴുന്നത് ആരാണെന്ന് ഇന്ന് ലോകം കാണുന്നുണ്ട്. പാകിസ്ഥാൻ വർഷങ്ങളോളം ഭാരതത്തിന്റെ മണ്ണിൽ ചോര വീഴ്ത്തി. ഇന്ന് സ്വന്തം മണ്ണിൽ ആ തീ പിടരുന്നത് കണ്ട് അവർക്ക് വാവിട്ട് കരയാനേ സാധിക്കുന്നുള്ളൂ. ഇതിനെ നിങ്ങൾക്ക് മോദിയുടെ തന്ത്രമെന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രകൃതിയുടെ നീതി എന്നും വിളിക്കാം. ഭാരതത്തെ തൊട്ടവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നത് ചരിത്രം. നരേന്ദ്രമോദിയുടെ ഭാരതം ഇന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പതാക പാറിക്കുമ്പോൾ പാകിസ്ഥാൻ കടം വാങ്ങാൻ പാത്രവുമായി ലോകത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു രാജ്യത്തിനും അധികകാലം നിലനിൽപ്പില്ല.